ഹായ്, മെട്രോ ടൈൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നിലയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ വളരെ മനോഹരമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് സിറ്റ് ഔട്ടിൽ വിരിച്ച ടൈലുകൾ ഒന്ന് പരിചയപ്പെടാം. ഫ്ലോർ ടൈൽ ചെയ്തിട്ടുള്ളത് 4x2 വിട്രിഫൈഡ് ബ്ലാക്ക് കളർ ടൈലാണ് ചെയ്തിട്ടുള്ളത്. GVT ആണ്, മാറ്റ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ചാരുപടി, നമ്മൾ ഇരിക്കുന്ന സിറ്റിംഗ് ഏരിയാസൊക്കെ, അതുപോലെ തന്നെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് എല്ലാം കൊടുത്തിട്ടുള്ളത് മോട്ടോ കമ്പനിയുടെ 15 mm തിക്നെസ് വരുന്ന സ്ലാബാണ് ചെയ്തിട്ടുള്ളത്. അത് എഡ്ജ് 45-ൽ കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ലെതർ ഫിനിഷാണ്. ഇതിൻ്റെ ഫിനിഷ് വരുന്നത് ലെതർ ഫിനിഷ്, ഗ്രാനൈറ്റിൻ്റെ സെയിം ഫിനിഷിലാണ് ഈ മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഫ്രണ്ടിലെ സ്റ്റെപ്പിലൊക്കെ ഇത് വിരിച്ചു കഴിഞ്ഞാൽ വഴുക്കുന്ന പ്രശ്നങ്ങൾ, സ്കിഡായി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ ഫ്രണ്ടിലെ സ്റ്റെപ്പിലേക്ക് അവർ സെലക്ട് ചെയ്യാൻ കാരണം. നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിൽ വിരിച്ച ടൈല് നമുക്ക് പരിചയപ്പെടാം. ഇവിടെ വിരിച്ചിട്ടുള്ളത് മോട്ടോ കമ്പനിയുടെ 64 എൻലെസ് സീരീസ് ആണ്. സിസിലിയ ബീജ് എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഇറ്റാലിയൻ ഫീൽ തരുന്ന 64 ടൈലാണ്. ഇത് ജോയിൻ ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഇറ്റാലിയൻ മാർബിൾ വിരിച്ച ആ ഫീല് തന്നെ ഈ ടൈലിന് നൽകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഡൈനിങ് ഹാളിൽ തന്നെ ഡൈനിങ് ഏരിയ ഒരു പാർട്ടീഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ ടെക്സ്ചറിൽ വരുന്ന 4x2 ടൈലാണ്. ഇത് ലാമിനേറ്റഡ് വുഡാണ് അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. 6x4 സിസിലിയ ബീജിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന കളർ മാച്ചിങ് ആയിട്ടാണ് വുഡൻ ടെക്സ്ചർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതേ കളർ തന്നെയാണ് TV ഏരിയയിലുള്ള ഫർണിച്ചറുകൾക്കും വുഡൻ മൈക്ക് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. ആ സെയിം കളറിലാണ്. അതിനോട് മാച്ചിങ് ആയിട്ടാണ് ഡോറുകളുടെ കളറ്, അതുപോലെ തന്നെ മറ്റ് ഏരിയാസിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വുഡൻ ടെക്സ്ചറും ഇതിലേക്ക് സൂട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിലെ തന്നെ ഒരു വോള് സെറ്റ് ചെയ്തിട്ടുള്ളത് വിയറ്റ്നാം ക്ലേ കൊണ്ടുണ്ടാക്കിയ സ്പ്ലിറ്റ് ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂംസിൻ്റെ ഫ്ലോറുകളും ചെയ്തിട്ടുള്ളത് 6x4 ഗ്ലോസി സിസിലിയ ബീജ് എന്ന് പറഞ്ഞ ടൈല് തന്നെയാണ്. മെയിൻ വാഷ് ബേസിൻ ഏരിയ വരുന്നത് ഒരു ഗ്രേ കളറിലുള്ള ഐസർ കമ്പനിയുടെ ടേബിൾ ടോപ്പാണ്. ബ്ലാക്ക് കളർ ടാപ്പ്, പിന്നെ ഒരു കർവിങ് ആയിട്ടുള്ള മിററുമാണ് വരുന്നത്. നല്ലൊരു ഭംഗിയുള്ള വാഷ് ബേസിൻ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 4x2 ടൈലിലാണ്. വളരെ സിമ്പിളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 ബാത്റൂമുകളും ഒരേ കളറിലുള്ള ടൈലാണ് എടുത്തിട്ടുള്ളത്. ഒരു വോള് മാത്രം ഡാർക്ക് കളറും ബാക്കിയുള്ള 3 വോളുകളും ലൈറ്റ് ഷെയ്ഡിലുള്ള ടൈലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്, എന്നാൽ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ടോയ്ലറ്റിൽ ടൈലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഒരു ബിയാങ്കോ കളറിലുള്ള 4x2 മാറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വിശാലവും മനോഹരവുമായ ഇവിടുത്തെ കിച്ചണാണ്. കിച്ചണിൻ്റെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് 4x2 അർമാനി സീരീസിൽ ഒരു ലൈറ്റ് ഗ്രേ ഗ്ലോസി ടൈലാണ് ഫ്ലോർ ചെയ്തിട്ടുള്ളത്. സെയിം മെറ്റീരിയൽ തന്നെയാണ് വോളും ചെയ്തിട്ടുള്ളത്. പൊതുവെ നമ്മുടെ നാട്ടിലെ കിച്ചണിൻ്റെ ഫ്ലോറുകളൊക്കെ മാച്ച് ചെയ്ത് വോള് മാത്രമാണ് ഗ്ലോസി ചെയ്യാറുള്ളത്. ഇവിടെ ഫ്ലോറും വോളും ഗ്ലോസി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കിച്ചൺ കെയർ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് 15 mm തിക്നെസ്സിൽ വരുന്ന മോട്ടോയുടെ ഗ്രേ കളർ സ്ലാബാണ് ചെയ്തിട്ടുള്ളത്. ആ സ്ലാബ് 45-ൽ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകത ഇവിടുത്തെ സിങ്കാണ്. സിങ്കിൻ്റെ ഉള്ളിലും ടൈല് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിങ്കിൻ്റെ ടാപ്പ് വരുന്നത് ഫ്ലെക്സിബിൾ ടൈപ്പ് ടാപ്പുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു നിലയിൽ ഇത്ര മനോഹരമായിട്ട് പണിത ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ടൈലുകൾ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കാണാനും പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് മെട്രോ ടൈൽസ് മാൾ വിസിറ്റ് ചെയ്യുക.
Metro. The end-to-end lifestyle solutions.